നമ്മൾ സാധാരണ പാലക് ചീര മേടിച്ചാൽ കറിയല്ലേ വയ്ക്കാറ്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ചപ്പാത്തിയും പൂരിയൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നമ്മൾ ഈ ചീര നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം മാത്രം വെള്ളമൊഴിച്ച് ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പം നല്ലപോലെ അരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ ഉപ്പ് ചേർത്ത് പിന്നെ ഗോതമ്പ് മാവാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടി നല്ലപോലെ മിക്സ് ചെയ്ത് ചപ്പാത്തിയുടെ രൂപത്തിലാക്കി നമുക്കിത് പരത്തിയെടുക്കണം. ഇലക്കറികൾ കഴിക്കാനേ മടിയുള്ള ധാരാളം കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെ ചപ്പാത്തിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ പുരിയുടെ രൂപത്തിലോ ഒക്കെ ഈ ചീര കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ കഴിക്കൂട്ടാ. ചപ്പാത്തി കല്ലിലിട്ട് 3-ാമത്തെ പ്രാവശ്യം മറിച്ചിടുമ്പോൾ നമ്മൾ ചപ്പാത്തി നല്ലപോലെ കുമിളിച്ച് വരുമ്പോൾ അല്പം നെയ്യ് തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ ചപ്പാത്തിക്ക്. നമ്മൾ നെയ്യ് അങ്ങനെ ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് ഇത് കാണിക്കാണ്ടിരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ കുമിളിച്ച് വരുമ്പോൾ അല്പം നെയ്യ് പുരട്ടി കൊടുക്കുക. അപ്പം നമ്മളെ ചപ്പാത്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ട, ചീര കഴിക്കാൻ മടിയുള്ളവർക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇതുപോലെ കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചപ്പാത്തിക്ക് കുഴച്ച പോലെ തന്നെ പൂരിക്കും അതേപോലെ തന്നെ കുഴച്ച് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് പരത്തിയിട്ടുണ്ടായിട്ട് നമുക്ക് പൂരിയും ഇതേപോലെ നല്ല കുമ്പിളിച്ച പൂരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 വിഭവങ്ങളും നിങ്ങൾ വീട്ടിൽ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. ഇത് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റാണ്. ഞാൻ പൂരി ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.